ഹലോ, ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ടൈപ്സ് ഓഫ് ബിസിനസ് റിസർച്ചാണ്. നമുക്കറിയാം എക്സാമുകളിൽ പാർട്ട് എ, പാർട്ട് ബി, പാർട്ട് സി ഇങ്ങനെ 3 ഭാഗമായിട്ടാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. ഈ 3 പോർഷനിലും ഒരുപോലെ ചോദിച്ച് കണ്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ് ടൈപ്പ് ഓഫ് ബിസിനസ് റിസർച്ച്. അതുകൊണ്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് ഓരോന്നായിട്ട് ഡിസ്കസ് ചെയ്യാം. നമ്മുടെ സിലബസിൻ്റെ ബേസിൽ ടൈപ്പ് ഓഫ് ബിസിനസ് റിസർച്ചിനെ നമുക്ക് 5 ഗ്രൂപ്പായിട്ട് ഡിവൈഡ് ചെയ്യാം. ഒന്ന് ബേസിക് റിസർച്ച് ആൻഡ് അപ്ലൈഡ് റിസർച്ച്, എക്സ്പ്ലോറേറ്ററി റിസർച്ച് ആൻഡ് കോസൽ റിസർച്ച്, ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച് ആൻഡ് അനലിറ്റിക്കൽ റിസർച്ച്, ക്വാളിറ്റേറ്റീവ് റിസർച്ച് ആൻഡ് ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച് ആൻഡ് അതർ റിസർച്ച്. അതർ റിസർച്ചിൽ 8 കാറ്റഗറീസ് വരുന്നുണ്ട്. എംപിരിക്കൽ റിസർച്ച്, ഹിസ്റ്റോറിക്കൽ റിസർച്ച്, എക്സ്പോസ്റ്റ് ഫാക്ടർ റിസർച്ച്, ആക്ഷൻ റിസർച്ച്, കോൺസെപ്ച്വൽ റിസർച്ച്, എക്സ്പെരിമെൻ്റൽ റിസർച്ച്, കോറിലേഷണൽ റിസർച്ച്, ലോങ്ങിറ്റ്യൂഡിനൽ റിസർച്ച് ആൻഡ് ക്രോസ് സെക്ഷണൽ റിസർച്ച്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് ഓരോ റിസർച്ച് അല്ലെങ്കിൽ ഓരോ ടൈപ്പ് ഓഫ് റിസർച്ചും കൂടുതലായിട്ട് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് കാറ്റഗറി വരുന്നത് ബേസിക് റിസർച്ച് ആൻഡ് അപ്ലൈഡ് റിസർച്ച്. ബേസിക് റിസർച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റിസർച്ചർ ആദ്യമായി ചെയ്യുന്ന റിസർച്ചിനെയാണ് ബേസിക് റിസർച്ച് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇത് ചെയ്യുന്നത് അവരുടെ എക്സിസ്റ്റിംഗ് നോളേജ് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും. അതുപോലെ തന്നെ ഇതിൻ്റെ മറ്റു പേരുകളാണ് പ്യുവർ റിസർച്ച് ആൻഡ് ഫണ്ടമെൻ്റൽ റിസർച്ച്. എന്തുകൊണ്ടാണ് ഒരു കാര്യം സംഭവിക്കുന്നത് ഇത് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ബേസിക് റിസർച്ച് ചെയ്യാറുള്ളത്. അതുപോലെ തന്നെ തിയറി ജനറലൈസ് ചെയ്യാനും ഫോർമുലേറ്റ് ചെയ്യാനുമാണ് ബേസിക് റിസർച്ച് ഉപയോഗിക്കാറുള്ളത്. ഇത്രയാണ് ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള ഫീച്ചേഴ്സ്. അടുത്തത് അപ്ലൈഡ് റിസർച്ചാണ്. ഒരു സ്പെസിഫിക് പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന റിസർച്ചിനെയാണ് അപ്ലൈഡ് റിസർച്ച് എന്ന് പറയുന്നത്. ഈ ഒരു പ്രോബ്ലംസ് നോർമലി റിയൽ ലൈഫ് പ്രോബ്ലംസ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഇത് വെൽ പ്ലാൻഡും ഡെവലപ്ഡും ആയിരിക്കണം. ഒരു സ്പെസിഫിക് പ്രോബ്ലം സോൾവ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഗോൾ ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു റിസർച്ച് ആയിരിക്കും അപ്ലൈഡ് റിസർച്ച്. അതുമാത്രമല്ല ഹൗ ദ തിങ്സ് ആർ ചേഞ്ച്ഡ് ഇതായിരിക്കും ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ബേസിക് റിസർച്ചിൽ പറഞ്ഞത് വൈ തിങ്സ് ഹാപ്പൻ എന്നായിരുന്നു. ഇവിടെ പറയുന്നത് ഹൗ ദീസ് തിങ്സ് ആർ ചേഞ്ച്ഡ്. അടുത്ത ഗ്രൂപ്പ് വരുന്നത് എക്സ്പ്ലോറേറ്ററി റിസർച്ച് ആൻഡ് കോസൽ റിസർച്ച്. എക്സ്പ്ലോറേറ്ററി റിസർച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റിസർച്ച് പ്രോബ്ലത്തിനെ കൂടുതലായി എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് എക്സ്പ്ലോറേറ്ററി റിസർച്ച് ചെയ്യുന്നത്. അതുമാത്രമല്ല ഒരു റിസർച്ചിൻ്റെ ബിഗിനിങ്ങിലായിരിക്കും ഈ ഒരു റിസർച്ച് ചെയ്യുന്നത്. അതുപോലെ ബാക്ക്ഗ്രൗണ്ട് ഇൻഫർമേഷൻ, അതായത് ബേസിക് ആയിട്ടുള്ള ഡീറ്റെയിൽസ് കണ്ടുപിടിക്കാനാണ് ഈ ഒരു റിസർച്ച് ചെയ്യാറുള്ളത്. അതുമാത്രമല്ല നമ്മുടെ ഹൈപ്പോത്തിസിസും ടേംസും ഒക്കെ ഡിഫൈൻ ചെയ്യാൻ ഈ ഒരു റിസർച്ച് മെത്തേഡാണ് യൂസ് ചെയ്യാറുള്ളത്. ഒരു റിസർച്ച് പ്രോബ്ലം കൂടുതൽ എക്സ്പ്ലോർ ചെയ്യുന്നതുകൊണ്ട് തന്നെ ഫോക്കസ് ഗ്രൂപ്പ് ഇൻ്റർവ്യൂ അതുപോലെ ഇൻഡെപ്ത് ഇൻ്റർവ്യൂസൊക്കെയാണ് ഇവിടെ ഡാറ്റ കളക്ഷന് വേണ്ടി ഉപയോഗിക്കാറുള്ളത്. അടുത്ത റിസർച്ച് വരുന്നത് കോസൽ റിസർച്ചാണ്. കോസ് ആൻഡ് എഫക്റ്റ് റിലേഷൻഷിപ്പ് മെഷർ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു റിസർച്ചിനെയാണ് കോസൽ റിസർച്ച് എന്ന് പറയുന്നത്. ഇവിടെ ആൻസർ ചെയ്യുന്നത് വൈ എന്ന് പറഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യനാണ്. എന്തുകൊണ്ടായിരിക്കും ഈ ഒരു റിലേഷൻഷിപ്പ്, അതായത് റൂട്ട് കോസ് കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്ന ഒരു റിസർച്ചാണിത്. അതുകൊണ്ട് തന്നെ ഇതിനെ ചില സമയങ്ങളിൽ എക്സ്പ്ലോറേറ്ററി റിസർച്ച് എന്നോ പ്രെഡിക്റ്റീവ് റിസർച്ച് എന്നൊക്കെ പറയാറുണ്ട്. അടുത്ത കാറ്റഗറി വരുന്നത് ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച് ആൻഡ് അനലിറ്റിക്കൽ റിസർച്ച്. ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച് ഉപയോഗിക്കുന്നത് ഒരു പോപ്പുലേഷൻ ഡിസ്ക്രൈബ് ചെയ്യാനോ സിറ്റുവേഷൻസ് അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾ ഡിസ്ക്രൈബ് ചെയ്യാനോ വേണ്ടിയിട്ടാണ്. നമുക്കറിയാത്തൊരു കാര്യം ഡിസ്ക്രൈബ് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്കതിൽ വ്യക്തമായിട്ടുള്ളൊരു കൺട്രോൾ ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ നമുക്കത് മാനിപ്പുലേറ്റ് ചെയ്യാനൊന്നും കഴിയില്ല. ഇവിടെ ആൻസർ ചെയ്യുന്നത് വാട്ട്, വെൻ, വേർ ആൻഡ് ഹൗ ഈ തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ഓക്കെ, അതുകൊണ്ട് തന്നെ സർവേസ് പോലുള്ള ഫാക്റ്റ് ഫൈൻഡിങ് എൻക്വയറീസ് ഒക്കെ ഉപയോഗിക്കുന്നത് ഡിസ്ക്രിപ്റ്റീവ് റിസർച്ചിലാണ്. ഏറ്റവും കോമൺ ആയിട്ടുള്ള ഒരു റിസർച്ചാണ് ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച്. അതുകൊണ്ട് തന്നെ ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ടുള്ള ഒരു റിസർച്ചും കൂടെയാണിത്. അടുത്തത് അനലിറ്റിക്കൽ റിസർച്ചാണ്. ഓൾറെഡി അവൈലബിൾ ആയിട്ടുള്ള ഫാക്ട്സ് ഉപയോഗിച്ച് ഇൻഡെപ്ത് ആയിട്ടുള്ള സ്റ്റഡി നടത്തി ഇവാലുവേറ്റ് ചെയ്യുന്നതിനെയാണ് അനലിറ്റിക്കൽ റിസർച്ച് എന്ന് പറയുന്നത്. ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ളൊരു എയിം എന്ന് പറയുന്നത് ടെസ്റ്റിംഗ് ഓഫ് ഹൈപ്പോത്തസിസ് ആണ്. അതായത് നമ്മൾ ഹൈപ്പോത്തസിസ് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ അത് ശരിയാണോ തെറ്റാണോ എന്ന് കൃത്യമായിട്ട് ടെസ്റ്റ് ചെയ്യുന്നത് അനലിറ്റിക്കൽ റിസർച്ചിലൂടെയാണ്. അതുപോലെ തന്നെ ഒരു ക്രിട്ടിക്കൽ ഇവാലുവേഷൻ നടത്താനും അനലിറ്റിക്കൽ റിസർച്ച് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇതിനെ അനലിറ്റിക്കൽ റിസർച്ച് എന്ന് വിളിക്കുന്നത്. അടുത്ത കാറ്റഗറി വരുന്നത് ക്വാളിറ്റേറ്റീവ് റിസർച്ച് ആൻഡ് ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച്. ക്വാളിറ്റേറ്റീവ് ആസ്പെക്ട്സ് ആയിട്ടുള്ള ബിലീഫ്, മീനിങ്സ്, വാല്യൂസ് ഇതിനെയൊക്കെ കുറിച്ച് പഠിക്കുന്നതിനെയാണ് ക്വാളിറ്റേറ്റീവ് റിസർച്ച് എന്ന് പറയുന്നത്.
എന്നാൽ ക്വാണ്ടിഫൈ ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ചാണെങ്കിൽ അല്ലെങ്കിൽ ക്വാണ്ടിഫൈ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് പഠിക്കുന്നതെങ്കിൽ അതിനെ ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച് എന്ന് പറയാം. ഓക്കെ. അതുപോലെ നമ്മുടെ ഹ്യൂമൻ ബിഹേവിയർ മനസ്സിലാക്കാനും അതിനുള്ള കാരണങ്ങൾ കണ്ടെത്താനും ഒക്കെ ക്വാളിറ്റേറ്റീവ് റിസർച്ചാണ് ഉപയോഗിക്കാറുള്ളത്. എന്നാൽ മാത്തമാറ്റിക്കൽ മോഡൽസോ തിയറീസോ ഒക്കെ ഡെവലപ്പ് ചെയ്യാൻ ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച് ആയിരിക്കും നല്ലത്. അതുമാത്രമല്ല ക്വാളിറ്റേറ്റീവ് റിസർച്ച് എപ്പോഴും പ്രോസസ് ഓറിയൻറ്റഡ് ആയിരിക്കും, ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച് റിസൾട്ട് ഓറിയൻറ്റഡ് ആയിരിക്കും. അതുപോലെ ഒരു ഹൈപ്പോത്തിസിസ് ജനറലൈസ് ചെയ്യാനാണ് ക്വാളിറ്റേറ്റീവ് റിസർച്ച് ഉപയോഗിക്കാറുള്ളത്. ആ ഒരു ഹൈപ്പോത്തിസിസ് ടെസ്റ്റ് ചെയ്യണമെങ്കിൽ ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ചാണ് ബെറ്റർ. ലാസ്റ്റ് ഡിഫറൻസ് പറയുന്നത് ക്വാളിറ്റേറ്റീവ് റിസർച്ച് ഇൻഡക്റ്റീവ് അപ്രോച്ചാണ്, പക്ഷേ ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച് ഡിഡക്റ്റീവ് അപ്രോച്ചാണ് ഉപയോഗിക്കുന്നത്. ലാസ്റ്റ് ഗ്രൂപ്പ് വരുന്നത് അതർ റിസർച്ചാണ്. ഓക്കെ, ഇതിനെക്കുറിച്ച് കൂടുതലായി മറ്റ് ചാപ്റ്ററുകളിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഏറ്റവും ബ്രീഫായിട്ടുള്ളൊരു ഐഡിയ മാത്രമാണ് ഇവിടെ പറയുന്നത്. ഫസ്റ്റ് വൺ എംപിരിക്കൽ റിസർച്ച്, അതായത് ഒരു റിസർച്ച് എക്സ്പീരിയൻസിലൂടെയോ ഒബ്സർവേഷനിലൂടെയോ ചെയ്യുകയാണെങ്കിൽ അതിനെ എംപിരിക്കൽ റിസർച്ച് എന്ന് പറയാം. ഇതിനെ ലേണിംഗ് ബൈ ഡൂയിങ് എന്ന് പറയാറുണ്ട്. അതായത് ചെയ്തു നോക്കി ചെയ്യുന്നതായതുകൊണ്ടാണ് ഇതിനെ ഇങ്ങനൊരു പേരിൽ അറിയപ്പെടുന്നത്. അടുത്തത് വരുന്നത് ഹിസ്റ്റോറിക്കൽ റിസർച്ച്. ഒരു ഇഷ്യൂവിൻ്റെ ഹിസ്റ്റോറിക്കൽ ആസ്പെക്റ്റിനെ കുറിച്ച് പഠിക്കുന്നതിനെയാണ് ഹിസ്റ്റോറിക്കൽ റിസർച്ച് എന്ന് പറയുന്നത്. അതായത് പഴയ കാര്യങ്ങളെക്കുറിച്ച് പഠിക്കുകയാണെങ്കിൽ അതിനെ ഹിസ്റ്റോറിക്കൽ റിസർച്ച് എന്ന് പറയാം. അടുത്തത് ശ്രദ്ധിക്കണം, എക്സ്പോസ്റ്റ് ഫാക്ടോ റിസർച്ച്. അതായത് ഒരു ഇവൻ്റ് നടക്കുമ്പോഴോ നടന്നതിന് ശേഷമോ സ്റ്റഡി ചെയ്യുന്നതിനെയാണ് എക്സ്പോസ്റ്റ് ഫാക്ടോ റിസർച്ച് എന്ന് പറയുന്നത്. ഒരു കാര്യം സംഭവിച്ച ഉടനെ അതിനെക്കുറിച്ച് സ്റ്റഡി നടത്തുകയാണെങ്കിൽ അതൊരു എക്സ്പോസ്റ്റ് ഫാക്ടോ റിസർച്ചാണ്. എന്നാൽ കുറച്ച് കാലങ്ങൾക്ക് ശേഷം അതിൻ്റെ ഹിസ്റ്റോറിക്കൽ ആസ്പെക്റ്റാണ് സ്റ്റഡി ചെയ്യുന്നതെങ്കിൽ അതിനെ ഹിസ്റ്റോറിക്കൽ റിസർച്ച് എന്നാണ് പറയുക. ഇതാണ് വ്യത്യാസം. ഓക്കെ. അടുത്തത് ആക്ഷൻ റിസർച്ചാണ്. ഒരു പ്രോബ്ലത്തിന് ഇമ്മീഡിയറ്റ് സൊല്യൂഷൻ കണ്ടെത്താൻ വേണ്ടി ചെയ്യാൻ കഴിയുന്ന ഒരു റിസർച്ചാണ് ആക്ഷൻ റിസർച്ച്. ഓക്കെ, ഇമ്മീഡിയറ്റ് സൊല്യൂഷൻ എന്നൊരു വേർഡ് ഓർത്ത് വെച്ചാൽ മതി. അടുത്തത് കോൺസെപ്ച്വൽ റിസർച്ച്. പുതിയ കോൺസെപ്റ്റുകൾ ഡെവലപ്പ് ചെയ്യാൻ ഉപയോഗിക്കുന്ന റിസർച്ചാണ് കോൺസെപ്ച്വൽ റിസർച്ച്. അതുപോലെ എക്സ്പെരിമെൻറ്റിലൂടെയോ അല്ലെങ്കിൽ ലബോറട്ടറി എക്സ്പെരിമെൻറ്റിലൂടെയൊക്കെ ചെയ്യുകയാണെങ്കിൽ അതിനെ എക്സ്പെരിമെൻ്റൽ റിസർച്ച് എന്ന് പറയും. ഇത് ജനറലി സയൻറ്റിഫിക് അല്ലെങ്കിൽ സയൻസ് ഏരിയയിലാണ് നോർമലായിട്ട് ഉപയോഗിക്കാറുള്ളത്. അടുത്തത് കോറിലേഷണൽ റിസർച്ച്. രണ്ടോ അതിൽ കൂടുതലോ വേരിയബിൾസ് തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പ് മെഷർ ചെയ്യാനാണ് കോറിലേഷണൽ റിസർച്ച് ഉപയോഗിക്കാറുള്ളത്. നെക്സ്റ്റ് വൺ ലോങ്ങിറ്റ്യൂഡിനൽ റിസർച്ച് ആൻഡ് ക്രോസ് സെക്ഷണൽ റിസർച്ച്. ഒരു കാര്യം പല സമയത്തായിട്ട്, അതായത് കുറച്ച് സമയമെടുത്ത് പഠിക്കുന്നതിനെയാണ് ലോങ്ങിറ്റ്യൂഡിനൽ റിസർച്ച് എന്ന് പറയുന്നത്. ഓക്കെ. എന്നാൽ ക്രോസ് സെക്ഷണൽ റിസർച്ച് എന്ന് പറയുന്നത് ഒരു സമയത്ത് മാത്രം സ്റ്റഡി ചെയ്യുന്നതിനെയാണ് ക്രോസ് സെക്ഷണൽ റിസർച്ച് എന്ന് പറയുന്നത്. അതായത് ഒരു റിസർച്ച് പ്രോബ്ലത്തിനെ കുറിച്ച് പല സമയങ്ങളിലായി പഠനം നടത്തുകയാണെങ്കിൽ അതിനെ ലോങ്ങിറ്റ്യൂഡിനൽ റിസർച്ച് എന്ന് പറയാം. എന്നാൽ ഒരൊറ്റ സമയം കൊണ്ട് അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ടൈമിൽ മാത്രം റിസർച്ച് നടത്തുകയാണെങ്കിൽ അതിനെ ക്രോസ് സെക്ഷണൽ റിസർച്ച് എന്നാണ് പറയുക. അപ്പോൾ ടൈപ്സ് ഓഫ് റിസർച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ബേസിക് റിസർച്ച് എന്ന് പറയുന്നത് ഒരു റിസർച്ചർ ആദ്യമായി ചെയ്യുന്ന റിസർച്ചാണ്. അപ്ലൈഡ് റിസർച്ച് എന്ന് പറയുന്നത് ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന റിസർച്ചാണ്. എക്സ്പ്ലോറേറ്ററി റിസർച്ച് എന്ന് പറയുമ്പോൾ ഒരു കാര്യത്തിനെക്കുറിച്ച് കൂടുതലായി എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ്. കോസൽ റിസർച്ച് എന്ന് പറയുമ്പോൾ കോസ് ആൻഡ് എഫക്റ്റ് റിലേഷൻഷിപ്പ് മെഷർ ചെയ്യാനാണ് ഉപയോഗിക്കുന്നത്. ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച് ഒരു കാര്യം ഡിസ്ക്രൈബ് ചെയ്യാൻ ഉപയോഗിക്കുമ്പോൾ, അനലൈറ്റിക്കൽ റിസർച്ച് അത് കൂടുതലായിട്ടൊരു ക്രിറ്റിക്കൽ അനാലിസിസിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. ക്വാളിറ്റേറ്റീവ് റിസർച്ച് എന്ന് പറയുന്നത് ക്വാളിറ്റേറ്റീവ് ആസ്പെക്ട്സ് മാത്രം സ്റ്റഡി ചെയ്യുന്നു. ക്വാണ്ടിറ്റേറ്റീവ് ആകുമ്പോൾ അതൊരു ക്വാണ്ടിറ്റേറ്റീവ് കോൺസെപ്റ്റാണ് സ്റ്റഡി ചെയ്യുന്നത്. അതർ റിസർച്ചിൽ വരുന്നത് എംപിരിക്കൽ റിസർച്ച്, ഹിസ്റ്റോറിക്കൽ റിസർച്ച്, എക്സ്പോസ്റ്റ് ഫാക്ടോ റിസർച്ച്, ആക്ഷൻ റിസർച്ച് പോലുള്ള റിസർച്ചുകളാണ്. എംപിരിക്കൽ എന്ന് പറയുമ്പോൾ ബൈ എക്സ്പീരിയൻസ് ഓർ ഒബ്സർവേഷനാണ്. ഹിസ്റ്റോറിക്കൽ റിസർച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹിസ്റ്റോറിക്കൽ ആസ്പെക്റ്റാണ് സ്റ്റഡി ചെയ്യുന്നത്. എക്സ്പോസ്റ്റ് ഫാക്ടോ റിസർച്ച് എന്ന് പറയുന്നത് ഒരു കാര്യം നടന്നതിന് ശേഷമോ അത് നടക്കുന്ന സമയത്തോ ചെയ്യുന്നതിനെയാണ് എക്സ്പോസ്റ്റ് ഫാക്ടോ റിസർച്ച് എന്ന് പറയുന്നത്. ആക്ഷൻ റിസർച്ച് എന്ന് പറയുന്നത് എന്തായിരുന്നു? ഇമ്മീഡിയറ്റ് സൊല്യൂഷന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. കോൺസെപ്ച്വൽ റിസർച്ച് ഉപയോഗിക്കുന്നത് കോൺസെപ്റ്റ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എക്സ്പെരിമെൻ്റൽ എന്ന് പറയുമ്പോൾ അത് ഫീൽഡ് എക്സ്പെരിമെൻ്റ് ആവാം, ലബോറട്ടറി എക്സ്പെരിമെൻ്റ് ആവാം. സയൻസ് ഫീൽഡിലാണ് ഉപയോഗിക്കുന്നതെന്ന് ഓർത്ത് വയ്ക്കുക. കോറിലേഷണൽ റിസർച്ച് എന്ന് പറയുന്നത് രണ്ടോ അതിൽ കൂടുതലോ വേരിയബിൾസ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് മെഷർ ചെയ്യാൻ ഉപയോഗിക്കുന്നു. ലോങ്ങിറ്റ്യൂഡിനൽ റിസർച്ച് എന്ന് പറയുമ്പോൾ പല സമയങ്ങളിലായിട്ട് റിസർച്ച് നടത്തുന്നതിനെയാണ് ലോങ്ങിറ്റ്യൂഡിനൽ എന്ന് പറയുന്നത്. അതുപോലെ ഒരു സിംഗിൾ പോയിൻ്റ് ഓഫ് ടൈമിൽ റിസർച്ച് നടത്തുന്നതിനെ ക്രോസ് സെക്ഷണൽ റിസർച്ച് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ടൈപ്സ് ഓഫ് റിസർച്ച്. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ആഡ് ചെയ്യാം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്.
എല്ലാം കൃത്യമായിട്ട് പഠിക്കുക. ഓക്കെ, ഷോർട്ട് എസ് എ ക്വസ്റ്റ്യനായും ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യനായും എസ് എ ക്വസ്റ്റ്യനായിട്ടും വരുന്ന ഏരിയ ആണിത്. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്